ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നാൽ നരേന്ദ്രമോദിക്ക് 335 സീറ്റുകൾ വരെ കിട്ടും. ഇത് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനമായ ആനന്ദ ബസാർ പത്രികയും സി വോട്ടറും കൂടി നടത്തിയ സർവേയാണ്. നമ്മുടെ പ്രീ പോൾ സർവേകളെ പലപ്പോഴും ശരിവെക്കുകയും അപ്പാടെ തള്ളിക്കളയുകയൊക്കെ ചെയ്ത തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മോദി ഒരു നാഷണൽ ലീഡർ എന്ന നിലയിൽ എങ്ങനെയാണോ അധികാരം പ്രയോഗിച്ച് ജനമനസ്സിലേക്ക് എത്തിപ്പെടേണ്ടത്, എങ്ങനെയാണോ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ സെൻറ്റിമെൻസിനെ നിത്യ വോട്ടാക്കി മാറ്റേണ്ടത് എന്നൊക്കെ അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ ക്രാഫ്റ്റ്സ്മാൻ എന്ന നിലക്ക് നന്നായി അത് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗം, മോദിയെ തോൽപ്പിക്കണമെന്ന് ഇന്ത്യക്കാർ ആഗ്രഹിച്ചാൽ പോലും ആരെ ജയിപ്പിക്കും എന്ന ചോദ്യം ഇന്ത്യക്കാരൻ്റെ അതുകൊണ്ട് വളരെ പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് ഈ സർവേ റിപ്പോർട്ടിനെ അവിശ്വസിക്കാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ന്യായങ്ങളൊന്നുമില്ല. അല്ല, മാഷിൻ്റെ ഒരു പ്രയോഗം സ്ഥിര വോട്ടർമാർ, നിത്യ വോട്ടർമാർ, അത് പെർമനന്റ് വോട്ടർമാർ എന്ന് പറയുന്ന ഒരു സംഭവം മോദിക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആ ഒരു തലത്തിൽ ഒരു സെർട്ടൻ പേഴ്സൻറ്റേജ് ഉണ്ട്. അത് ബി ജെ പിയിൽ ഇതിനു മുമ്പ് ദേശീയ തലത്തിൽ പോലും നമ്മുടെ ഒന്നും സർക്കിളിൽ ഇപ്പോൾ വാജ്പേയിക്കാകട്ടെ അദ്വാനിക്കാകട്ടെ അങ്ങനെ ഒരു ഫാൻസ് ക്ലബ് ഉണ്ടായിട്ടില്ല. മോദിക്ക് അത് ഉണ്ടായി വന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം. ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും ആ ഒരു ടീമിനുണ്ടായി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയിൽ അങ്ങനെ ഒരു നേതാവിനും ഉണ്ടായി വന്നത് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ കേസിലാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ സാധാരണക്കാരായ മനുഷ്യർ, നമ്മൾ ഈ നിഷ്പക്ഷ വോട്ടർമാർ എന്നൊക്കെ ഗണിക്കേണ്ട കൂട്ടരാണ്. വളരെ വൈകാരികമായ തലത്തിൽ മോദി എന്തോ ഇന്ത്യയെ വളരെ രക്ഷിക്കുമെന്ന ബി ജെ പിക്കാരല്ലാത്ത എന്നാൽ ഒരു ഹിന്ദു കൾച്ചറൽ മൈൻഡ് സെറ്റുള്ള ആളുകൾ വലിയ തോതിൽ, പിന്നെ മാത്രമല്ല വളരെ ലിബറലായിട്ടുള്ള വ്യാപാരികൾ, ആ തരത്തിലൊക്കെയുള്ള ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് അല്ലാത്ത എന്നാൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു എലക്ഷൻ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ശക്തികൾ അവർക്കിടയിൽ മോദിയുണ്ട്. അത് നോൺ ഹിന്ദുസും ഉണ്ട്, അതുണ്ട്, പല ഭാഗത്തുനിന്നുണ്ട്. അതേസമയത്ത് ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവർക്കിടയിൽ മറിച്ചുള്ള വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷെ അവരല്ല മോദിയെ ജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇവരുടെ വോട്ടുകൾ ആവണമെന്നില്ല. ഉദാഹരണത്തിന് പഠിക്കുകയും ചെയ്താൽ മോദി പരാജയപ്പെടുമെന്നാണോ? ഞാൻ രണ്ട് തരത്തിലാണ് ഇതിനെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, മോദിയുടെ 2-3 കാരണങ്ങൾ നമുക്കൊരു അനാലിസിസ് വേണമെങ്കിലാവാം. ഞാൻ മോദിയുടെ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രോ മോദി ഫാക്ടേഴ്സിന് കിട്ടാവുന്ന മാക്സിമം വോട്ടാണ് ഇപ്പോൾ അവരുടെ എക്സിറ്റ് സർവേയിൽ വന്നിട്ടുള്ളത്. എന്നാൽ ആൻറ്റി മോദി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ മോദിയുടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സ്വദേശി ജാഗരൺ മഞ്ച്, RSSൻ്റെ സംഘപരിവാറിൻ്റെ സാമ്പത്തിക അജണ്ടയെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ ഒരു 10 മടങ്ങ് ശേഷിയുള്ള വലിയ തിങ്ക് ടാങ്ക്സ് ഉള്ള അവരുടെ മെറ്റീരിയൽസൊക്കെ ഞാൻ നോക്കാറുണ്ട്. മോദി അദാനി റിലേഷൻ മാത്രമല്ല, രാജ്യത്തിൻ്റെ പൊതുമേഖലാ സമ്പത്ത്, മോദിയുടെ ഭരണപരിഷ്കാരങ്ങളെ പിന്തുണക്കുമ്പോൾ തന്നെ മോദിയുടെ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ്, ഇന്ത്യയെ നന്നാക്കിയെടുക്കുക എന്ന കൺസെപ്റ്റിനെ പിന്തുണക്കുമ്പോൾ തന്നെ ആത്യന്തികമായി ഈ ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? അത് വേൾഡ് കോർപ്പറേറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഹിന്ദുവിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്നത്, നരേന്ദ്രമോദിയെ ഇങ്ങനെ കൺട്രോളില്ലാതെ ഇങ്ങനെ പോയാൽ അന്തിമമായി ഇന്ത്യ എന്ന രാജ്യം, ഡെവലപ്ഡ് ഇന്ത്യ ഓഫ് കോഴ്സ്, അങ്ങനെ വളർന്നു വരുന്നൊരു ഇന്ത്യ ഹിന്ദുവിൻ്റേതോ ക്രിസ്ത്യാനിയുടേതോ മുസൽമാൻ്റേതോ ജൂതൻ്റേതോ ബുദ്ധൻ്റേതോ ഒന്നും ആവില്ല എന്നും അന്തിമമായി ഇതിൻ്റെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റ്സിൻ്റേതാകുമെന്നൊരു ആശങ്ക സ്വദേശി ജാഗരൺ മഞ്ച് ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അത് അവരുടേത് മാത്രമല്ല ലെഫ്റ്റിൻ്റേതും കൂടി ആയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, കാടിളക്കി കൊണ്ടുവരുന്ന ഭരണപരിഷ്കാരങ്ങൾ പലതും ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടത്തിൽ അദ്ദേഹം അറച്ചു നിൽക്കുന്നുണ്ട്. എക്സാമ്പിൾ 1 by 1 ഞാൻ പറയാം. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 2 കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. ഒന്ന് രാം മന്ദിറാണ്, രാമക്ഷേത്രം 370 ഓഫ് കോഴ്സ്. കാശ്മീറും അയോധ്യയും 2 അജണ്ടയാണ്. സംഘം ഇടപെട്ട്, RSS വളരെ ശക്തമായിട്ട് ഇടപെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മോഹൻ ഭഗവത് ജി വളരെ കൃത്യമായിട്ട് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു പള്ളിയെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അതുകൊണ്ട് വൈകാരികമായ ഒരു കമ്മ്യൂണൽ അജണ്ട അവസാനിച്ചു കഴിഞ്ഞു എന്ന് വേണം. എനിക്ക് തോന്നുന്നത് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനം നടന്നതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോൾ തന്നെ അതിവേഗത്തിൽ അവസാനിക്കുന്ന ഒരു അജണ്ടയായിട്ട് അത് മാറിയിട്ടുണ്ട്. മന്ദിറും
ഈ കാശ്മീറും അത് നടപ്പാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിനേക്കാളും കോലാഹലം ഇന്ത്യയിൽ ഉണ്ടാക്കിയ അജണ്ടകളിൽ ഒന്നുകിൽ പുറകോട്ട് പോയി അല്ലെങ്കിൽ അന്തിച്ചു നിൽക്കുന്നു. സാറിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന്, ഒരു കൊല്ലം സമരത്തിന് എറിഞ്ഞു കൊടുത്തു കർഷകരെ, സമ്പൂർണ്ണമായി ദയനീയമായി പിൻവാങ്ങേണ്ടി വന്നു. അത് ചെറിയ പരാജയമല്ല. ഇന്ത്യയിലെ കർഷകർക്ക് മുമ്പിൽ തോറ്റുകൊടുത്ത ആദ്യത്തെ സർക്കാരാണ്. പക്ഷേ മാഷേ, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കർഷക സമരം, ഈ പറഞ്ഞ കർഷക നിയമങ്ങൾ എന്ന് പറയുന്നത് മാണ്ഡി സമ്പ്രദായം അല്ലെങ്കിൽ ഇടനിലക്കാരനെ അവസാനിപ്പിക്കാനുള്ള നിയമ ഭേദഗതിയാണ്. നമുക്കറിയാം, പഞ്ചാബിലൊക്കെ ആണെങ്കിലും ഹരിയാനയിലൊക്കെ ആണെങ്കിലും കർഷകന്റെ മൊത്തം വിളവെടുപ്പ് 2-3 കുടുംബങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കർഷകന് എവിടെയും, ഇന്ത്യയിൽ എവിടെയും ഒന്ന് പറയട്ടെ, മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കാർഷിക നിയമത്തിന്റെ ലക്ഷ്യം. പക്ഷേ അത് പരാജയപ്പെട്ടു, പിൻവലിച്ചു. ഈ പറഞ്ഞതുപോലെ പിൻവലിച്ചതിന് ശേഷം ഇന്ത്യയിലെ കർഷകർ അവരുടെ തക്കാളി ആവട്ടെ, സവാളയാവട്ടെ, അങ്ങനെ അവരുടെ വിളവെടുപ്പിന് ന്യായമായ വില ലഭിക്കാതെ ഈ പറഞ്ഞ കുത്തകകളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കുറച്ചുകൂടെ വേഴ്സായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മൾ കണ്ടു, കർണാടക മുതലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തക്കാളി കൂട്ടത്തോടെ നശിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ കർഷകന് ഈ ഇടനിലക്കാരനെ ഒഴിവാക്കി നേരിട്ട് ഇത് വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വില കിട്ടുമായിരുന്നു എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രപരമായ പിന്മാറ്റം കൂടി അതിലുണ്ടായിക്കൂടെ? കർഷകർക്ക് കൂടുതൽ പ്രയോജനപ്രദമായ തരത്തിൽ ആ നിയമങ്ങൾ തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏതായാലും വന്നത് പിന്മടക്കമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത് അതിനേക്കാളും പരാജയങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലാകെ നരേന്ദ്രമോദിക്കെതിരായി വലിയ കോലാഹലം നടന്നത്, മാസങ്ങളോളം ഇന്ത്യ ആകെ ഇളകി മറിഞ്ഞ നിയമനിർമ്മാണമായിരുന്നു CAB, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റായിട്ട് വന്നു, ബില്ലായിട്ട് വന്നു, ആക്ടായി 2 സഭകളും പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പുവെച്ചു, ആക്ടായി. ചട്ടം കൂടി നടപ്പാക്കി എന്നാണ് സാർ റൂൾസ് മാത്രം എന്നാണ് സാർ റൂൾസ് ഉണ്ടാക്കേണ്ടത്? ആസാം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും നെവർ നടപ്പാക്കി. കേരളം പോലും ആളുകളെ പുനരധിവസിപ്പിക്കാവുന്ന ഈ ജയിലുകൾ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട സെന്ററുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. തൃശ്ശൂർ വന്നു കേരളത്തിൽ. അതൊന്നും യാതൊരു സാധ്യതയില്ല. അതൊന്നും എന്തിൻ്റെ പേരിൽ ചെയ്താലും ആ നിയമത്തിൻ്റെ ബലത്തിലല്ല. നിയമത്തിൻ്റെ ബലത്തിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൃത്യമായ കണക്ക് ഞാൻ പറയാം, CAB നിയമമായി കഴിഞ്ഞിട്ട് 4 കൊല്ലവും 2 മാസവും കഴിഞ്ഞു, 2 ആഴ്ചയും കഴിഞ്ഞു. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക്, അവിടുന്ന് അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യ പൗരത്വം കൊടുത്തു കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ഈ നിയമം നടപ്പായോ ഇല്ലേ എന്നുള്ളതാണ് അതിന് വേണ്ടത്. അതിന് സാർ ഈ പറഞ്ഞ അതൊന്നും ഇല്ലെങ്കിലോ നടപ്പാക്കാം, അതാത് സ്റ്റേറ്റുകൾക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഉള്ള പ്രശ്നം അല്ല, ഇതിന്റെ പ്രശ്നം അതല്ല സാർ. അതിൽ കാത്തിരിക്കാനൊന്നുമില്ല. പറയുന്നുണ്ട് ഈ എന്ത് വന്നാലും നടപ്പാക്കുമെന്ന്. ഈ ബില്ലിന്റെ ഈ 2 സാധനങ്ങളെ കുറിച്ചായാലും ഇപ്പോൾ കർഷക നിയമങ്ങളുടെ ഗുണദോഷങ്ങൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇറ്റ് ഹാസ് ബീൻ ഗോൺ ബാക്ക്. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യണം. ഇനി പുതിയ രൂപത്തിൽ അത് വരുമോ എന്നുള്ള ചർച്ച. CABയുടെ കേസ് അതല്ല. 4 കൊല്ലവും 2 മാസവും കഴിഞ്ഞിട്ട് 2019 ഡിസംബർ 9 പാസ്സാക്കി വെച്ചതാണ്. എന്തുകൊണ്ട് റൂൾ ഉണ്ടാക്കുന്നില്ല? അതിന് കാരണം വളരെ അതിൻ്റെ ഉത്തരം ഞാൻ കൃത്യമായി ഊഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന 370 ഒറ്റ രാത്രി കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന ഡിനോമിനേഷൻ നോട്ടുകൾ ഒറ്റ മണിക്കൂർ കൊണ്ട് നിരോധിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിന് ഇത് ചെയ്യാൻ ഉദ്ദേശമില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ഞാൻ അതിന് പല കാരണങ്ങളാലാണ് വിയോജിക്കുന്നത്. കാരണം ഞാൻ പറയാം, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ അവിടുത്തെ മുസ്ലിം മൈനോറിറ്റീസാണ്. സാറിന് അറിയുമെന്നറിയില്ല, പാകിസ്ഥാനിൽ കൂട്ടക്കൊലക്കരയായത്, പാകിസ്ഥാൻ വന്നതിന് ശേഷം കൂട്ടക്കൊലക്കരയായത് ഹിന്ദുക്കളല്ല. ഒറ്റപ്പെട്ട ആക്രമണം തീർച്ചയായിട്ടും. പാകിസ്ഥാനിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം 20% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2% ഉള്ളത്. അത് സ്വമേധയാ പോകുന്നതുമാണ്. അത് പല കാരണങ്ങളുണ്ട്. കൂട്ടക്കൊല നടന്നിട്ടില്ല. കൂട്ടക്കൊല നടന്നത് ഹിസ്റ്റോറിക്കലി കൺവേർഷൻ നടന്നിട്ടുണ്ട്. നിർബന്ധിത വളരെ കുറവാണ്. പാകിസ്ഥാന്റെ ഒരു ഡെമോഗ്രാഫി അറിയാം. 20% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എങ്ങനെ 2% മാറി? എന്ന ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ബ്രിട്ടനിലേക്ക് ഇന്ത്യൻ പെനിസുലയിൽ നിന്ന്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് ആരാണെന്ന് മാത്രം പഠിച്ചാൽ മതി. സിയാവുദ്ദീൻ സർദാർ എന്ന് പറയുന്ന പാകിസ്ഥാനി എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കണക്ക്. അതുകൊണ്ട് കൺവേർഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള മുസ്ലിങ്ങളെക്കാൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ സലഫി മുസ്ലിങ്ങളെക്കാൾ എത്രയോ ലിബറൽ. പക്ഷേ വേറെ കാര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി, അല്ലെങ്കിൽ മലപ്പുറത്ത് പറഞ്ഞ പോലെ കുത്തി വാങ്ങും
എന്ന് പറഞ്ഞതുപോലെ പത്ത് കുത്തി വാങ്ങും പാകിസ്ഥാൻ ഒറ്റ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറഞ്ഞോളൂ, ലെറ്റ് മീ കംപ്ലീറ്റ്. അങ്ങനെ വാങ്ങിയെടുത്ത ഒരു രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. യാതൊരു സംശയവുമില്ല സാറേ. പ്രശ്നം അതല്ല. മതത്തിൻ്റെ പേരിൽ ദുരാഷ്ട്രവാദം ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ്. 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ദിവസം മുമ്പേ അവർ സ്വാതന്ത്ര്യം വാങ്ങി. അവിടെ മതരാഷ്ട്രം നടപ്പാക്കിയോ? ഇന്ത്യ വാസ് സെക്യുലർ, പാകിസ്ഥാൻ വാസ് ഓൾസോ സെക്യുലർ. ഇന്ത്യയുടെ പാകിസ്ഥാൻ ഇപ്പോഴും സെക്യുലർ ആണോ? അല്ല. അതെന്നാ സംഭവിച്ചത്? അത് അന്നത്തെ കണക്കിൽ എഴുതരുത്. പട്ടാള ഭരണം വന്നു 1980. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജൈവപരമായി തന്നെ രണ്ടാണെന്ന് പറഞ്ഞാണ് ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. സാറേ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? സോ വി നീഡ് എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ മുസ്ലിങ്ങൾ അന്നത്തെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഇവിടെ ജിന്നയ്ക്ക് പ്രധാനമന്ത്രിയാകാവുന്ന വിധത്തിൽ ഒരു പൊളിറ്റിക്കൽ പവർ വരില്ല. സിമ്പിളായിരുന്നു ഫോർമുല. അതിന് പകരം അവർക്ക് ഭൂരിപക്ഷമുള്ള, അവർക്ക് ഒറ്റക്ക് അധികാരത്തിൽ വരാവുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഭരിക്കാൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി ഒരു ഘട്ടത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞു, മിസ്റ്റർ ജിന്ന, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിക്കോളൂ, എന്നാലും വെട്ടിമുറിക്കല്ലേ. അല്ല, അത് നെഹ്റുവാണ് സമ്മതിക്കായിരുന്നു പറയുന്നത്. അറിയാമായിരുന്നു. എനിവേ ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു സെക്കൻഡ്, ജിന്നയ്ക്ക് ഗുരുതരമായ ക്ഷയരോഗം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടിപ്പോയ 1-2 വർഷമേ ജീവിക്കുമായിരുന്നുള്ളൂ. നെഹ്റുവിന് അറിയാമായിരുന്നു 1-2 വർഷം മാത്രമേ ജീവിക്കുമായിരുന്നുള്ള ജിന്നയ്ക്ക് താൽക്കാലികമായി അധികാരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ വിഭജിക്കപ്പെടില്ലായിരുന്നു. നെഹ്റുവിന്റെ അധികാരമോഹം കൊണ്ട് സംഭവിച്ചതാണ് എന്നൊരു വാദമുണ്ട്. അല്ല, സാറ് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ. മൗണ്ട് ബാറ്റൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിൻസ് ഫ്രീഡത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെങ്ങാനും എനിക്ക് ഒന്ന് ഊഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം വെച്ച് താമസിപ്പിച്ചേനെ. കാരണം 49-ൽ മരിച്ചല്ലോ ജിന്ന മരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൂടെ നടന്ന പെങ്ങൾ ഫാത്തിമ ജിന്ന പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോലും അറിയുമായിരുന്നില്ല, എനിക്കും എൻ്റെ ഡോക്ടർക്കും. പിന്നെ ഫാത്തിമ ജിന്ന അറിഞ്ഞ നിമിഷം മുതൽ പുറത്താരോടും പറയണ്ട എന്ന് തീരുമാനിച്ചു. അത് ജിന്ന സൂക്ഷിച്ചു എന്നുള്ളതാണ് അയാളുടെ നേട്ടം. ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കുമായിരുന്നു. അതൊക്കെ ശരി. നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ജിന്ന ഇന്ത്യയുടെ ഒരു കൗണ്ടറാണ് മൂപ്പര് നിർമ്മിച്ചത്. ഇന്ത്യ സെക്കുലറാണ്, അതുകൊണ്ട് ജിന്നയുടെ കൂടെ ഇവിടുന്ന് മൗലാന മൗദൂദി എന്നിരുന്നു ഇന്ത്യയിൽ നിന്ന്. നമുക്കൊരു പാകിസ്ഥാൻ കിട്ടിയല്ല, നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കി കളയാം, പോകാൻ പറഞ്ഞു അദ്ദേഹം. ഇന്ത്യ സെക്കുലറാണ്, നമ്മളും സെക്കുലറാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു. ഇന്ത്യയുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? ദളിതനായ അംബേദ്കറാണ്. അത് തന്നെ ആയിരിക്കണം ഇന്ത്യക്ക് പാകിസ്ഥാനും. പാകിസ്ഥാൻ്റെ ആദ്യത്തെ നിയമമന്ത്രി കിഴക്കൻ ബംഗാളിൽ നിന്ന് ജിന്ന നിർബന്ധപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുപോയി, ദളിതനെ രക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് യോഗേന്ദ്രനാഥ മണ്ഡലിനെ അവിടെ. അല്ലെ, നമ്മൾ ഓർക്കേണ്ട, ഞാൻ പറയുന്നത് മതരാഷ്ട്രമായി എന്നൊക്കെ പറയുന്നത് മറുവശമുണ്ട്. ജിന്നയുടെ ചെറുമക്കൾ ഇന്ത്യ വിട്ടു പോയില്ല. നുസ്ലി വാടിയ ഇന്ത്യയിൽ ബോംബെയുടെ ബിസിനസ്സുമായിട്ട് ഇന്ത്യ തന്നെ കൂടി. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ചെറുമക്കൾ എന്നൊക്കെ പറയുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ചെറുമക്കൾ തന്നെയാണല്ലോ ആണ്. പക്ഷെ വൈഫ് പോയിട്ടില്ല, അവരെന്നോ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നല്ലോ. അതൊക്കെ വേറെ കുടുംബ കാര്യങ്ങളാണ്. അവർ ഇന്ത്യ വിട്ടു പോയില്ല എന്നുള്ളത്, അമ്മ ഇന്ത്യ വിട്ടു പോയില്ല എന്നുള്ളത് കൂടിയാണ്. അമ്മയ്ക്കും പോകാമായിരുന്നു, ഒരു മുസ്ലിം രാജ്യം വരുമ്പോൾ പോകാമായിരുന്നു. അമ്മ എങ്ങനെ വന്നതെന്നറിയാമല്ലോ. അമ്മ രാജ്യമൊന്നും നോക്കിയിട്ട് പ്രണയിച്ച ഒരാളല്ല. അങ്ങയുടെ മതമല്ലേ, അത് അങ്ങയേക്കാൾ മഹത്തരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജിന്നയുടെ കൂടെ വന്നയാളാണ്. അല്ല, വലിയ രക്തരൂക്ഷിതമായ കലാപം ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടും ജിന്നയുടെ ചെറുമക്കളാണ് എന്നുള്ള ഒരു പക ഇന്ത്യക്കാർ മുസ്ലിംവാടിയോടോ ബോംബെയുടെയോടോ കാണിച്ചിട്ടില്ല. അല്ല, അത് നമ്മൾ രാഷ്ട്രീയമാക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, റൂത്തിക്ക് ജിന്നയോട് തോന്നിയത് 2 മനുഷ്യാത്മാക്കൾ തമ്മിലുള്ള പ്രണയമാണ്. അത് എപ്പോഴാണോ അകന്നു പോയത് അപ്പോൾ അവർ വിട്ടു. പിന്നെ അവരുടെ ഭാര്യ അല്ലാത്ത ഒരാളെ ഒരു മിനിറ്റ് എടുത്ത് ഞാൻ ഒരു റിജോയിൻ്റർ കൂടെ പറയട്ടെ. അങ്ങ് പറഞ്ഞു കോർപ്പറേറ്റ് സംവിധാനം വന്നാൽ, മോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ എല്ലാ വികസനം വന്നാലും അതിൻ്റെ അവസാന ഗുണഭോക്താക്കൾ കോർപ്പറേറ്റുകളായിരിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സാറും ഞാനും ഒക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. 1 GB ഡാറ്റയ്ക്ക് വേണ്ടി 256 രൂപ ഞാൻ എയർടെലിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 199 രൂപ കൊടുത്താൽ എനിക്ക് പ്രതിദിനം 1.5 GB ഡാറ്റയും അൺലിമിറ്റഡ് കോൾസും മെസ്സേജുകളും കിട്ടുന്നുണ്ട്.
ഇത് ജിയോ വന്നതിന് ശേഷമാണ്. ജിയോ വരുമ്പോൾ ഇവിടുത്തെ പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ കോർപ്പറേറ്റ് വരുന്നു. അതിൻ്റെ ഫലമായി മോദിയുടെ ആളുകൾ വരുന്നു. ഇന്ത്യയിലെ ടെലിഫോൺ മേഖല അവരുടെ കുത്തകയാകും. അവർ തോന്നും പടി റേറ്റ് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് 5G വരെ നമുക്ക് ഫ്രീ ആണ് സാർ. നമ്മുടെ രാജ്യത്ത് ഇവിടെ തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾ പറഞ്ഞു UPA നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വഴിവക്കിലെ കരിക്ക് കച്ചവടക്കാരൻ എങ്ങനെ ഡിജിറ്റലായിട്ട് പണം അയക്കുമെന്ന് ചോദിച്ച നാടാണ് നമ്മുടേത്. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ UPA മണി ട്രാൻസ്ഫർ കൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. കാര്യം നമ്മളെ ഓർക്കേണ്ട. ഞാൻ ഇതിനൊന്നും കോർപ്പറേറ്റുകൾ വന്നാൽ ജനത്തിന് ദോഷമാണെന്ന് പറയുന്ന വാദം തെറ്റാണെന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. കോർപ്പറേറ്റുകൾ വന്നാൽ ജനത്തിന് ദോഷമാണോ എന്നുള്ളതല്ല ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കോർപ്പറേറ്റുകൾ വന്നാൽ രാജ്യത്തിന് നഷ്ടമാണ്. രണ്ടും ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെന്റ്. രാജ്യത്തിന്റെ ജോലി കച്ചവടം നടത്തുകയല്ല സാർ. കച്ചവടം നടത്തുകയല്ല. നമ്മൾ കച്ചവടം നടത്തില്ല. അല്ല, KSRTC നടത്തി നമ്മുടെ സർക്കാർ മുടിഞ്ഞു. വിൽക്കണം. അല്ല, ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ എയർ ഇന്ത്യ നോക്കൂ, എത്ര യാത്രക്കാരനെ ഉപേക്ഷിച്ച എയർ ഇന്ത്യ വളരെ ലാഭകരമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വാങ്ങി ഏറ്റവും വലിയ വിമാന കമ്പനിയായി മാറുന്നു. ആരാ നടത്തുന്നത്? ടാറ്റയുടെ കയ്യിൽ നിന്ന് പിടിച്ചോണ്ട് പോയതല്ലേ നെഹ്റു? അല്ല, ചൂണ്ടുപോയതായാലും ടാറ്റ കൊടുത്തതായാലും എനിവേ, ചോദ്യം ഇത്രയേ ഉള്ളൂ. കോർപ്പറേറ്റ്സ് ഇപ്പോൾ നമ്മുടെ അതൊന്നും ഇപ്പോൾ സാർ എക്സാമ്പിൾ ധാരാളം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസായിരുന്നല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരുന്നത്. അത് ടാറ്റ സുതാര്യമായി. ഞാൻ പറയുന്നത് സ്വകാര്യ ഏജൻസികളുടെ സർവീസ് സിസ്റ്റം മോശമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പ്രശ്നം അതല്ല. ജനങ്ങൾക്ക് ഗുണമുണ്ടായാൽ മാത്രം മതിയോ ഒരു ദേശത്തിൻ്റെ ആസ്തി നഷ്ടപ്പെടുത്താമോ? പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം സാറേ. ഇന്ത്യൻ റെയിൽവേ ഒരിക്കലും നഷ്ടത്തിലോടിയിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് കമ്പനികൾ, അംബേദ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അംബേദ്കറുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം കൂടിയാണത്. എന്തൊക്കെ പ്രൈവറ്റൈസ് ചെയ്താലും ഇൻഷുറൻസ് മേഖല ചെയ്യാൻ പാടില്ല. നമ്മൾ GIC വിറ്റു, LIC വിറ്റു, FCI വിറ്റു, എയർ ഇന്ത്യ വിറ്റു. നമ്മുടെ തുറമുഖങ്ങളും നമ്മുടെ എയർപോർട്ടുകളും വിൽപ്പനക്ക് ഓരോന്നോരോന്നായിട്ട് ഇതൊക്കെ ഞാൻ സാർ പറയുന്ന കൺസേൺ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളൊക്കെ KSRTC ഇന്ത്യ ലോകത്തിലെ ഏക രാജ്യമൊന്നുമല്ല. ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ചെയ്ത് അവർ സക്സസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ഫോളോ ചെയ്യേണ്ടത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും സമ്പന്നമായ, ഏറ്റവും ആസ്തിയും ഏറ്റവും ആൾബലവും ഏറ്റവും വലിയ ഹ്യൂമൻ പവറും ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ നിൽക്കുന്നതന്നെ. സോഷ്യലിസത്തിന്റെ മെക്കയായ സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞ് പണ്ടാറടക്കി നമുക്ക് സോഷ്യലിസ്റ്റുകളോട് കമ്മ്യൂണിസ്റ്റുകളോട് കണക്ക് വേറെ തീർക്കാം. ഇപ്പൊ മോദിയുടെ കാര്യത്തിൽ വളരെ കൗതുകരമായ ഇന്നത്തെ സർവേയുടെ വളരെ കൗതുകരമായ ഒരു കാര്യം അങ്ങോട്ട് പറയും. സർവേയിൽ ഇപ്പോൾ നമ്മൾ മോദി ജയിക്കും എന്നൊക്കെ കുറേ കാലമായിട്ട് നമ്മുടെ സർവേകൾ ഫലപ്രദമായി കൃത്യതയോടെ എത്തുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് വളരെ കൗതുകരമായി തോന്നിയ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ സർവേയിൽ അവർ മോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര, മോദിയെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, അല്ലെങ്കിൽ മോദിയിൽ തൃപ്തിയുള്ളവരെത്ര, തൃപ്തിയില്ലാത്തവരെത്ര എന്നൊരു സർവേയോടെ നടത്തിയിരുന്നു. അത്ഭുതകരം എന്ന് പറയട്ടെ, ഇന്ത്യൻ ജനതയിൽ 21.3% ആളുകൾ മാത്രമാണ് നരേന്ദ്രമോദിയിൽ തൃപ്തിയില്ലാത്തവരായി കാണുന്നുള്ളൂ. എന്താവും സാർ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ സാമ്പിൾ സർവേയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ജനതയുടെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതല്ല. അതിന്റെ കണക്കെടുക്കണം. ആരോട് ചോദിച്ചു എന്നുള്ളത് ഡിപ്പെൻസ് അല്ല. 100% ശരിയാണ്. കാരണം കേരളത്തിലെ ഒരു സർവേ, മനോരമ നടത്തിയ സർവേയിൽ പ്രധാനമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യൻ പിണറായി വിജയനാണ് എന്ന് കണ്ടിരുന്നത്. അതൊക്കെ വരും. ഞാൻ പറഞ്ഞത് അതാണ്. സർവേകൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ പ്രോസ് ആൻഡ് കോൺസ്, നരേന്ദ്രമോദിക്ക് മോദി ആൻഡ് ആൻറ്റി മോദി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇന്ത്യയിൽ ഈ അറ്റ് പ്രസൻറ്റ് എന്ത് നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ സാർ അതിൻ്റെ പ്രോ ആയിട്ടുള്ള കാണുന്നു, ഞാൻ അതിൻ്റെ ആൻറ്റി ആയിട്ട് കാണുന്നു എന്നുള്ളത് ഞാൻ നോക്കി വെച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിർണായകമായ പല നിയമങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നു, ചിലത് അന്തിച്ച് നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. അതിൽ നിന്ന് ജനങ്ങൾ പഠിക്കുന്നത് മോദിക്കൊന്നും നടപ്പാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. CAB മാത്രമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് UCC വന്നല്ലോ, യൂണിഫോം സിവിൽ കോഡ്. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യൂണിഫോം സിവിൽ കോഡ് സാറിന് അറിയുമെന്നറിയില്ല, 1985 EMS നമ്പൂതിരിപ്പാടിൻ്റെ ആഹ്വാനപ്രകാരം യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ചിന്തയിലൊക്കെ എഴുതിയ ഒരാളാണ് ഞാൻ അതിൽ ചെറിയ സംഭാവന. ഞാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് മോദി പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മോദിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ 4 ക്രിസ്ത്യൻ വോട്ടുള്ള സ്റ്റേറ്റിൽ ചെന്നാൽ പറയും, യൂണിഫോം സിവിൽ കോഡിൽ ക്രിസ്ത്യാനി ഇല്ല കേട്ടോ, മറ്റേത് ഇപ്പോൾ ട്രൈബ്സ് ഉള്ളിടത്ത് ട്രൈബ്സ് ഇല്ല കേട്ടോ. ഇങ്ങനെ ഓരോ വിഭാഗത്തെ ഇങ്ങനെ വെട്ടി മാറ്റിയിട്ട് എന്ത് യൂണിഫോമാണ് സാർ? സിമ്പിളാണ് കാര്യം. എന്താ സംഭവിക്കുകയെന്നറിയോ? നേരത്തെ ഇപ്പോൾ ഈ സാധനം പൗരത്വ ബില്ല് വന്നില്ലേ? പൗരത്വ ബില്ല് വരുമ്പോൾ ചില അതിർത്തി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ അത് ആവശ്യമുണ്ട്.
ഞാൻ എന്തുകൊണ്ടാണ് അതിനെ വിയോജിക്കുന്നത് വെച്ചാൽ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് അഭയാർത്ഥികളുടെ വലിയ പ്രവാഹം ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്നു. 3 രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. പക്ഷേ ഈ 3 മഹാഭൂരിപക്ഷവും ഒന്നുകിൽ അവിടുത്തെ സെക്കുലർ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളാണ്, അഹമ്മദിയ മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടക്കൊല ചെയ്തത് അത്ര കൂട്ടക്കൊലയ്ക്ക് വേറെ ആരും ഇരയായിട്ടില്ല. തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം നടക്കുമ്പോൾ അവിടുത്തെ മറ്റ് ന്യൂനപക്ഷ മതങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് അഭയം കൊടുക്കുന്നതിന് ഞാൻ എതിരുമല്ല. പക്ഷേ അത് കമ്മ്യൂണിറ്റി തിരിച്ച് ഈ 5 കൂട്ടർക്ക് മാത്രം കൊടുക്കാമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കൾച്ചറിന് യോജിച്ചതല്ല എന്ന് എൻ്റെ നിലപാട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു നയം അതും നടപ്പാക്കാനല്ല. കാരണം നടപ്പാക്കാനായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കരുത്തുള്ള ഒരു ഗവൺമെൻറ് 4 കൊല്ലം അത് അട്ടത്ത് വെക്കുമായിരുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ഇനി ഇതാ യൂണിഫോം സിവിൽ കോഡ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 2024 ഇലക്ഷൻ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരിക്കും ഓഫ് കോഴ്സ്. പക്ഷേ 2024 ഇലക്ഷൻ കഴിഞ്ഞാലും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ സാധ്യത കുറവാണ്. നമുക്ക് കാത്തിരിക്കണം. പല കാര്യങ്ങളും കാത്തിരിക്കണം. പിൻവലിച്ചു പോയത് തിരിച്ചു വരുമോ നോക്കണം. നടപ്പാക്കുമെന്നും തിരിച്ചു വരുമെന്നും ഞാൻ പറയുന്നത് അത് തന്നെ പറയാനാണ് സാറ്. അല്ല, ഞാൻ ഇതിനൊരു തിരുത്തു പോലും പറയട്ടെ. മാഷിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞു. മേരി റോയുടെ വിധി വന്നതിന് ശേഷം കാനൂനിക നിയമങ്ങൾ അപ്രസക്തമായി. ക്രിസ്ത്യൻ വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ബാധകമല്ല. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിയെ അത് ബാധിക്കുന്നില്ല. അല്ലല്ല, യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അയ്യോൻ്റെ സാറേ സ്വത്തവകാശത്തിൽ മാത്രമല്ല അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം സ്വത്തവകാശം തന്നെയാണ്. മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഒറ്റ കാര്യങ്ങളോട് സാറിനോട്, അഡോപ്ഷൻ ഉണ്ട്, ഡിവോഴ്സ് ഉണ്ട്, അഡോപ്ഷൻ ഉണ്ട്, പാട്രണേജ് ഉണ്ട്. ആരാണ് രക്ഷിതാവ്? ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളൂ. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളുടെ രക്ഷിതാവ് ആരാ? എൻ്റെ വൈഫല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി നിയമങ്ങൾ മുഴുവൻ, ഹിന്ദു കോഡ്, മുസ്ലിം കോഡ്, ക്രിസ്ത്യൻ കോഡ്, എല്ലാത്തിലും ജെൻഡർ ജസ്റ്റിസ് ഇല്ല. എല്ലാം സ്ത്രീവിരുദ്ധമാണ്. യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ അതിന് 2 പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ് സിവിൽ നിയമങ്ങൾ. ഓരോരോ സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം. ഗോവ നിയമം ഉണ്ടാക്കി, ഛത്തീസ്ഗഡ് നിയമം ഉണ്ടാക്കി. ഇദ്ദേഹം പറയുന്ന ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ചെയ്യാം. ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാകുന്ന വിധത്തിൽ സിവിൽ നിയമങ്ങൾ കൊണ്ടുവരാം. കുറച്ച് പണിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിറ്റികളൊക്കെ പിണങ്ങും. അതെ, ഇവരിപ്പോൾ ഇങ്ങനെ CABക്കെതിരായി ഹാലിളക്കി കൊണ്ടുവരുമ്പോൾ എല്ലാ മൗലാനമാരും കൂടെ നിൽക്കും. അവരുടെ നെഞ്ചിൽ തൊട്ട് കളിക്കുമ്പോൾ എതിരാകും. അതുകൊണ്ട് സിവിൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിലെ സാഹചര്യത്തിൽ തയ്യാറാവില്ല. രണ്ടാമത്തെ മാർഗ്ഗം എന്താ ഉള്ളത്? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുക. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ഏത് ഗവൺമെൻറ് പറഞ്ഞാലും അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണെങ്കിൽ സോറി സാർ എന്ന് ഏത് മോദിയോട്. ഏതായാലും നമ്മളിപ്പോൾ തീസിസ് ആന്റി തീസിസ് എന്ന് പറഞ്ഞ പോലെ ഒരു സംവാദമാണ്. അതിന്റെ സിന്തസിസ് എന്ന് പറയുന്നത് ഇതാണ് വരാൻ പോകുന്നത്. മോദി തന്നെ തിരിച്ചു വരും. അല്ല, അതിന് ഞാൻ ആദ്യമേ പറഞ്ഞു, മോദി തിരിച്ചു വരാതിരിക്കാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ മോദിയുടെ ഈ കാത്തിരിപ്പുണ്ടല്ലോ. മോദി ഇങ്ങനെ നിയമം നിർമ്മിച്ചിട്ട് അപ്പം ചുട്ടെടുത്തിട്ട് ഈ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് പുറത്തെടുക്കാതെ അനുഭവിക്കേണ്ടവർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന നിയമങ്ങൾ കുറേ ഉണ്ട് ഇന്ത്യയിൽ. കുറേ എണ്ണം ഉണ്ട്. അത് കാത്തിരിക്കുന്നവരുണ്ട്. അത് ഞാൻ എൻ്റെ സംഘപരിവാർ സുഹൃത്തുക്കൾ തന്നെ അത് വളരെ വളരെ ആകാംക്ഷയോടെയാണ് കാണുന്നത്. 1. നമ്പർ 2, ഈ പറഞ്ഞ സംഗതിയുണ്ട്. ഏത്? ഈ സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ ഒക്കെ വലിയ ജാഗ്രതയുണ്ട്. ഭയപ്പെടുന്നുണ്ട്. BMS സമരം ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങൾ വാസ്തവല്ലേ സാർ? ഞാൻ വിട്ടുപോയി. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിയെ ആത്മാവിൽ പിന്തുണക്കുന്ന സംഘപരിവാർ ശക്തികൾക്കകത്തു നിന്ന് തന്നെ നരേന്ദ്രമോദിയുടെ നയങ്ങളെ വലിയ ആശങ്കയോടെ കാണുന്നവരുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സർവേ റിപ്പോർട്ട് തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. കാരണം നരേന്ദ്രമോദി തോൽക്കണമെന്ന് സ്വദേശി ജാഗരൺ മഞ്ച് ആഗ്രഹിച്ചാലും RSS തന്നെ ആഗ്രഹിച്ചാലും അദ്ദേഹത്തെ അല്ലാതെ ജയിപ്പിക്കാൻ വേറൊരു കൂട്ടര് ഇന്ത്യയിലില്ല. ഏതായാലും പതുങ്ങിയിരിക്കുന്ന പുലി അടുത്ത മെയ് മാസത്തിന് ശേഷം കുതിച്ചു ചാടുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.